Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ വീഡിയോ സീരീസിൽ നമ്മൾ ഇന്ന് സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ സിലബസ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. 2021 ഇതിനേക്കാൾ മുമ്പ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ. സോ ആ സമയത്തുള്ള സിലബസ് ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. പലരും വീണ്ടും ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. നമ്പർ 1 MCOM കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ദെൻ നമ്പർ 2 MBA ഫിനാൻസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സ്പെഷ്യലൈസേഷൻ ഫിനാൻസ് തന്നെ കഴിയണം എന്നുള്ളതാണ്. ദെൻ നമ്പർ 3 LLB ആണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നമ്പർ 4 CA ഇന്റർമീഡിയറ്റ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. CMA ഇന്റർമീഡിയറ്റ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നാലാണ് CMA ഇന്റർമീഡിയറ്റിനും കൂടിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ സാധിക്കുള്ളൂ. സോ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും സിലബസിന്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, ഇത് ജസ്റ്റ് ഡിഗ്രി ബേസ്ഡ് എക്സാം അല്ല, PG ആണ്. MCOM കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് മെജോറിറ്റി വരുന്നത്. സോ ഗസറ്റഡ് പോസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ ആ ലെവലിലുള്ള ചോദ്യങ്ങളാണ് വരാം. ഇൻഡെപ്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പഠനം നേരത്തെ തന്നെ നിങ്ങൾ ആരംഭിക്കണം. കാരണം ഒരുപാട് നമുക്ക് പോർഷൻസ് കവർ ചെയ്യാനുണ്ട്. അത് ഈ സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ജൂനിയർ അക്കൗണ്ടന്റിന്റെ എക്സാം അടുത്ത മാസം നടക്കുന്നുണ്ട്. അതിന്റെ പ്രിപ്പറേഷൻ പോലെ ലാസ്റ്റ് മൊമെന്റിൽ പഠിച്ചു കഴിഞ്ഞാലൊന്നും കാര്യമില്ല. പ്രിപ്പറേഷൻ കാലേ കൂട്ടി തുടങ്ങണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസ് കാണാം. ഇതാണ് സിലബസ്. ടോട്ടൽ 100 മാർക്സ് വരുന്നു. അതിൽ പാർട്ട് 1 എന്ന് പറയുന്നത് കൊമേഴ്സുകാർക്ക് ഏറ്റവും കൂടുതൽ എഡ്ജ് ലഭിക്കുന്ന ഒരു ഏരിയ ആണ് അക്കൗണ്ടൻസി ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. 40 മാർക്കാണ് വരുന്നത്. അതിൽ അക്കൗണ്ടൻസി 25 മാർക്സിന്റെ വരുന്നു. അതിൽ ആദ്യം ബേസിക്സ് ഓഫ് അക്കൗണ്ടിങ് ആണ് ബേസ്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, ഇമ്പോർട്ടൻസ്, ബേസിക്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കൺസെപ്റ്റ്സ്, കൺവെൻഷൻസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ജേണല്, ലെഡ്ജർ, റീകൺസിലിയേഷൻ, ട്രയൽ ബാലൻസ്, റെക്ടിഫിക്കേഷൻ, ദെൻ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്, അക്കൗണ്ട്സ് ഓഫ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. കണ്ടോ, അപ്പോൾ ഒരുപാട് കവർ ചെയ്യാനുണ്ട് നമുക്ക്. ഡീറ്റെയിൽ സിലബസാ. ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒക്കെ നമ്മൾ പഠിക്കണം. ദെൻ നെക്സ്റ്റ് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് ആണ്. കംപ്ലീറ്റ് 4 മാർക്സ് ആണ് അതിൽ നിന്നും വരാ. ബേസിക് കൺസെപ്റ്റ്സ്, നേച്ചർ, പാർട്ണർഷിപ്പ് ആക്ട് 1932, LLP, ഡീഡ് എന്താണ്, പിന്നെ എല്ലാതും ഉണ്ട്. അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, ഡിസൊല്യൂഷൻ, ദെൻ ഗ്രാജുവൽ റിയലൈസേഷൻ ഓഫ് അസെറ്റ്, എല്ലാതും ഉണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് കമ്പനി അക്കൗണ്ട്സ് ആണ്. അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ, ഇഷ്യൂ ആൻഡ് റിഡംപ്ഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ്, പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ, ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ, ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, കണ്ടോ. ദെൻ സബ് ഡിവിഷൻ ഓഫ് ഷെയർസ്, റിഡക്ഷൻ, അപ്പോൾ സറണ്ടർ ഓഫ് ഷെയർസ് മെത്തേഡ്, ഒരുപാട് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് മൊമെന്റിലേക്കൊന്നും വെച്ചാൽ ഇതൊന്നും കഴിയില്ല. നേരത്തെ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലേ കാര്യമുള്ളൂ. പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് വരുന്നത്. ഒബ്ജക്റ്റീവ്സ്, കോസ്റ്റ് കൺസെപ്റ്റ്, എലമെന്റ്സ്, മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്, കോസ്റ്റ് ഷീറ്റ്, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ, കോസ്റ്റ് യൂണിറ്റ്, സെന്റർ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ മെത്തേഡ്സ്, കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് കൺട്രോൾ, കോൺട്രാക്ട്, ജോബ്, ബാച്ച്, ടെക്നിക്സ്, മാർജിനൽ കോസ്റ്റിംഗ്, ട്രാൻസ്ഫർ പ്രൈസിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ്. 5 മാർക്കാണ് അതിൽ നിന്ന് വരുന്നത്. ദെൻ നെക്സ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഡെഫിനിഷൻ, ഫംഗ്ഷൻ, അതിൻ്റെ ടൂൾസ്, ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ ഒക്കെ ഉണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ ഉണ്ട് കേട്ടോ. അതാണ് അതിൽ വരുന്നത്. അവിടെയും 4 മാർക്കാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ബഡ്ജറ്ററി കൺട്രോൾ ആണ്, മീനിങ് ഓഫ് ബഡ്ജറ്റ്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ഫങ്ഷണൽ ബഡ്ജറ്റ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഫിക്സ്ഡ്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്, പിന്നെ റേഷ്യോ അനാലിസിസ്, കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ
കാണാൻ പറ്റും. നമുക്ക് 4 മാർക്സ് ആണ് വരുന്നത്. ഇതാണ് അക്കൗണ്ടൻസി ഏരിയ 25 മാർക്സിൻ്റെ. ദെൻ ഫിനാൻസ് ആണ് നെക്സ്റ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ഫിനാൻസ് ഫംഗ്ഷൻ, ബേസിക്സ്, മീനിങ്, ഒബ്ജക്റ്റീവ്സ്, മറ്റു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് 1 മാർക്കാണ്. ഒറ്റ ചോദ്യം വരുന്നു. ദെൻ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ് നെക്സ്റ്റ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. എല്ലാ മെത്തേഡുകളും കവർ ചെയ്യണം. പേ ബാക്ക്, ARR, NPV, IRR. പിന്നെ ഫിനാൻസിങ് ഡിസിഷൻ, സോഴ്സ് ഓഫ് ഫണ്ട്, മീഡിയം, ഷോർട്ട് ടൈം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഡിവിഡൻഡ് ഡിസിഷൻ ആണ് പിന്നെ വരുന്നത്. 2 മാർക്സ് ഇവിടെയും 2 മാർക്സ്. എല്ലാ മോഡൽസും കവർ ചെയ്യണം. പിന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നു. 4 മാർക്സ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യണം. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ഓക്കെ, അതിന്റെ മൊത്തം കാര്യങ്ങളുണ്ട്. ഓക്കെ, 3 മാർക്സ് ആണ് അവിടെ വരുന്നത്. ഇതാണ് ടോട്ടൽ 40 മാർക്സ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഏരിയ. ഇനി നെക്സ്റ്റ് ലോ ആണ്. ഞാൻ പറഞ്ഞു LLB കഴിഞ്ഞവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ ലോ പലതും നമ്മൾ കോമേഴ്സുകാർ പഠിക്കാത്തതാ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുക. അപ്പോൾ ആ ഏരിയാസ് നമ്മൾ എന്തായാലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഫോക്കസ് ചെയ്യണം. ഓക്കെ, LLBക്കാർക്ക് ഇത് ഒരു എഡ്ജ് നൽകുന്നതാണ്. നമുക്കിത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ബേസിക് ലോ അല്ലാത്ത കാര്യങ്ങൾ ഉണ്ട്. ജൂറിസ്പ്രുഡൻസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്, ഇത് നമ്മൾ പഠിച്ചിട്ടില്ല, കോമേഴ്സുകാർ പഠിച്ചിട്ടില്ല. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, ഒരുപാടുണ്ട് ഡെപ്തിൽ പഠിക്കാൻ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലോ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ 5 മാർക്സ് അത് വരുന്നു. കണ്ടോ, ഡെപ്ത് സിലബസാ, ഒരുപാട് കവർ ചെയ്യാനുണ്ട്. പിന്നെ GST ആണ്, ലോ റിലേറ്റിംഗ് ടു GST. അത് നമ്മൾ പിന്നെയും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഡീറ്റെയിൽ സിലബസാ GSTയുടെ, ഒരുപാട് കവർ ചെയ്യാനുണ്ട്. നോക്കിയേ, ഞാൻ മൊത്തം പറയാനില്ല. കണ്ടോ, GST, SGST, CGST ഒക്കെ ഉണ്ട്. ഒരുപാട് കവർ ചെയ്യാനുണ്ട്. കുറച്ചൊന്നല്ല പഠിക്കാനുള്ള. GSTയുടെ ഒരുപാട് കാര്യങ്ങൾ, 10 മാർക്കാണ് GST ഏരിയയിൽ നിന്ന് വരുന്നത്. അതിന് ഇത്രത്തോളം പോർഷൻസ് കവർ ചെയ്യണം കേട്ടോ. ദെൻ പിന്നെ വരുന്നത് IPC, CRPC ആൻഡ് എവിഡൻസ് ആക്ട് 5 മാർക്സിന് വരുന്നത്. പിന്നെ ലോ ഓഫ് കോൺട്രാക്ട് 5 മാർക്കിൻ്റെ ലോ ഓഫ് കോൺട്രാക്ട് ആൻഡ് ടോട്ട്സ്. പിന്നെ ലോ റിലേറ്റിംഗ് ടു അഗ്രികൾച്ചറൽ ഇൻകം, ലക്ഷറീസ്, റവന്യൂ റിക്കവറി ആൻഡ് മണി ലെൻഡിങ് 5 മാർക്സ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിലബസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ലോ പോർഷൻസ് കൊമേഴ്സുകാർക്ക് ടച്ച് ഇല്ലാത്തതാണ് കുറേ. ദെൻ മെയിനായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ച് അവസാനിപ്പിക്കണമെങ്കിൽ നേരത്തെ തന്നെ കാര്യങ്ങൾ തുടങ്ങണം. പിന്നെ കേരള ടാക്സ് ഓൺ ലക്ഷറീസ് ഇൻ ഹോട്ടൽ ആൻഡ് ലോഡ്ജിങ് ഹൗസസ് ആക്ട് 1976 ആൻഡ് റൂൾസ്, റവന്യൂ റിക്കവറി ആക്ട് 1968 ആൻഡ് റൂൾസ്, പിന്നെ മണി ലെൻഡേഴ്സ് ആക്ട് 1958 ആൻഡ് റൂൾസ്. പിന്നെ നെക്സ്റ്റ് ആൻറ്റി കറപ്ഷൻ ലോസ് 5 മാർക്സിൻ്റെ പിന്നെ വരുന്നു. ഇതാണ് ലോ പോർഷൻസ്, 40 മാർക്ക്. അങ്ങനെ 80 മാർക്കിൻ്റെ പോർഷൻസ് ഇപ്പോൾ കഴിഞ്ഞു. ഇനി നമുക്ക് 20 മാർക്ക് ഉണ്ട്. അതിന് 10 മാർക്ക് വരുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, അങ്ങനെ ബേസിക് കാര്യങ്ങൾ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുള്ള 10 മാർക്ക്. ദെൻ ലാസ്റ്റ് 10 മാർക്ക് എന്ന് പറയുന്നത് ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഇൻ കേരള 10 മാർക്കിന്. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് കണ്ടോ, പിന്നെ കറണ്ട് അഫയർ, റിനൈസൻസ് വൈഡ് സിലബസ് ആയിട്ട് അതുണ്ട്. സോ ലാസ്റ്റ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് from the above topic detailed above questions from other topics prescribed for the additional for the education qualification for the post may also appear in the question paper. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ സിലബസിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വരാറുള്ളൂ. സിലബസ് വിട്ടിട്ട് ഒരു ചോദ്യവും വരാറില്ല. അപ്പോൾ ഇതാണ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ സിലബസ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം മെജോറിറ്റി തന്നെയായിരിക്കും. എപ്പോഴും വരുന്ന മാറ്റം പോലെ എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ ചേഞ്ചസും കൂടി കൊണ്ടുകൊണ്ട് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നതായിരിക്കും. അറ്റ് പ്രസൻറ്റ് നമ്മൾ ഈ ഒരു സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ആണ് ആരംഭിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓരോ മൊഡ്യൂളും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ ബുക്സ് റെഫർ ചെയ്യണം, ഏതൊരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെയുള്ള സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ഒക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.